ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നെന്മാറയിലുള്ള നെന്മാറ പെറ്റ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ടത് ദേ പാമ്പിനെയാണ് കേട്ടോ. കുറേ ടൈപ്പ് പാമ്പുകളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുക്കാനും പാമ്പിനെയൊക്കെ തരും കേട്ടോ. അപ്പോൾ കുറേ ടൈപ്പ് പാമ്പുകളെ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇൻഡോർ ആയിട്ടാണ് ഈ പാമ്പുകളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതേ പാമ്പുകളെയൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഈ മെക്കാവോ ഇങ്ങനെ നമുക്ക് നമ്മുടെ കൈകളിൽ തരും കേട്ടോ. പിന്നെ നമ്മൾ അതിനെയൊക്കെ എടുത്തേ. സെറ്റാണോ? നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. തരാൻ പറ്റും. എടുക്കണ്ട കിട്ടിയില്ല മരിയയുടെ പോരാ അവിടെ നിന്ന് എടുക്കാട്ടോ. എടുത്താ എടുത്താ കുഞ്ഞിക്ക് അപ്പോൾ മെക്കാവിനെയൊക്കെ നമ്മൾ എല്ലാവരും എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതേ ഇഗ്വാന ഉണ്ടായിട്ടോ. അതിന് ആർക്കും വേണ്ട, അമ്മൂനും അപ്പയ്ക്കും മാത്രമാണ് ഇഗ്വാനേനെ വേണ്ടിയിരുന്നത് കേട്ടോ. ബാക്കി ആരും അങ്ങനെ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. സാധനത്തിന് എട്ടുകാലിനൊന്നും കാണാൻ പറ്റില്ല. എട്ടുകാലി ഉറുമ്പിനൊന്നും കാണാൻ പറ്റില്ല. തൊട്ട് നോക്കിക്കോ. കൊത്തില്ല. തൊട്ട് നോക്കിക്കോ. തൊട്ടോ തണുപ്പ് അബു കണ്ടുപിടിക്കോ? ഏതായിരിക്കും? എന്താണ് പാമ്പ് ഗോപാലൻ ബാബാ സുരേഷിന്റെ അടിയിൽ നല്ല തണുപ്പ്. എനിക്ക് ഓൾറെഡി തണുപ്പുണ്ട്. ഇത് ഭക്ഷണം കഴിച്ചാണോ? ഇല്ല. തലപിടി നോക്കില്ല. മറ്റേ പുള്ളിനൊക്കെ പേടിയാ. നീ നിന്റെ അടുത്ത് വരില്ലടേ അവള്. കുക്കുടന് വേണോ? ആർക്കും വേണ്ട.
നല്ല കടിയടിക്കും. ഡിസൈനൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ഈ കളർ ഞാൻ നേരിട്ട് ആദ്യമായിട്ടാ കാണുന്നേ. മറ്റേത് ഒരു ബ്രൗണേ കളർ. കണ്ട് കണ്ട് ഇങ്ങനെ ടേംഡ് ആയിട്ട് പിന്നെ അത് ഇവിടെ ഫിഷ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് അവർ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നോർമലി നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഫിഷിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. വാല് നോക്കിയേ, വാല് കാണിക്കണോ? പിന്നെ അതേ ഇവിടെ ഒരു പോത്തിനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കണം. നല്ല സൈസുള്ള ഒരു പോത്താണ് കേട്ടോ. പിന്നെ അവിടെ തന്നെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കുറച്ചിങ്ങനെ ഊഞ്ഞാലും സ്ലൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ കുറേ നേരം കളിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇവയും അമ്മവും ഇതിലൊക്കെ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടോ. കറക്റ്റാ. നമ്മൾ നെല്ലിയാമ്പതി യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് കേട്ടോ അവിടെ കയറിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല അവശതയിലാണ്. എല്ലാവരും ഓരോ മൂലയ്ക്കൊക്കെ പോയി ഇരിപ്പുണ്ട്. കുട്ടികൾക്ക് മാത്രമാണ് എനർജി ഉള്ളത് കേട്ടോ. ബാക്കി ഞങ്ങൾ വലിയ ആൾക്കാരെല്ലാവരും ക്ഷീണത്തിലാണ് കേട്ടോ. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ക്ഷീണത്തിലാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ നമുക്കെത്ര ക്ഷീണമെന്ന് പറഞ്ഞാലും ഈ സ്ലൈഡ് മൂഞ്ഞലൊക്കെ കണ്ടാൽ ഇവർ കളിക്കാതെ വരില്ലല്ലോ. അമ്മൂനെ വിടട്ടെ? അമ്മു ഒന്ന് പോവും. ഞാൻ പിടിക്കണ്ടേ? തന്നെ ഇങ്ങോട്ട് വരുമോ? ഉണ്ണിക്ക് വരണ്ട. വരണ്ടേ? എന്നാ ഞാൻ എടുക്കാവാ. ഞാൻ എടുക്കാവാ. പോര്. ആ പോര്. ഞാൻ എടുക്കാം. ഞാൻ എടുക്കാം. എനിക്ക് ആ നോക്കിയാടോ. ബംഗാളല്ലോ. ഇത് വേറെ കാറ്റാണ്. വലിയ കാറ്റാണ്. ചാടി പിടിക്കും. പറന്നു പോകണമെങ്കിൽ പിടിക്കൂ. സ്ഥലമുണ്ടല്ലോ. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പുള്ളിനെ പോലെ തന്നെ ഉണ്ടല്ലേ. ചെവിയുണ്ട. ആ ചീറ്റയുടെ ഒക്കെ ഒരു തല കുഞ്ഞാണ്. മുറിവാലൻ പൂച്ചിനെ പോലെ ഉണ്ട്.
കുറേ അനിമൽസ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമാണ്. അനിമൽസിനെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതുപോലെ നല്ല സ്പേഷ്യസ് ആണ്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. വീട്ടിൽ പോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കുടിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ പണ്ടത്തെ ഒരു വീടിൻ്റെ ഒരു ഫീൽ കിട്ടും. ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള പണ്ടത്തെ ഒരു കുടിലിൻ്റെ ഒരു ഷേപ്പിലെ. നമ്മളത് അങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. കുറേ നടന്ന് കാണാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ മരിയാൻ്റെ ഒരു ചെരുപ്പ് പൊട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ഒരുവിധം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളത് ഹോഴ്സ് റൈഡിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണേ. ഹോഴ്സ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റിലല്ലാത്ത നമ്മൾ എക്സ്ട്രാ ഓരോ റൈഡിന് നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ അതേ ഫസ്റ്റ് തന്നെ ഇവ ഹോഴ്സിൽ കയറി ഇരിപ്പുണ്ട്. ഹായ് ഹായ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൽ തന്നെ കയറണം എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒറ്റയ്ക്ക് കയറി കാല് പൊക്കി കേട്ടോ. വെച്ചു. ആ ഓക്കെ. അടുത്തത് ഇതേ അമ്മൂസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് അടിക്കിട്ടും. ഇവിടെ നിന്ന് ആ ഒരു അറ്റം വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരും. അതാണ് കേട്ടോ ഒരു റൗണ്ട്. ആ ഒരു റൗണ്ടിന് 50 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടോ, കുറേ മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഷീച്ചേട്ടനും ഹോഴ്സ് റൈഡിന് വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും, നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. ഒരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല, ആർക്കും എനർജി ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു. അപ്പം ഇവരിതേ ഒരു ഹൗസ് റൈഡൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കയറിയിരിക്കുന്നത്. നല്ല രസമുണ്ടേ. ഞാൻ അമ്മ കൊടുത്തി നിനക്ക് ഏതൊക്കെ കിട്ടണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നാട്ടിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.